ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ട്രീ ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം അല്ലേ. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യേണ്ടത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിർദ്ദേശങ്ങൾ: മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ ഇതുപോലെ നിർദ്ദേശങ്ങൾ കൊടുത്തത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉത്തരങ്ങളൊക്കെ എഴുതുക കേട്ടോ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനം 1: വായിക്കാം, എഴുതാം. തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ച് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താ കവിതയാണ് തന്നിട്ടുള്ളത് അല്ലെ. കവിതയുടെ പേര് മണ്ണിലേക്ക് മടങ്ങി. കാറ്റുകൊള്ളാൻ വന്നു ഞാനീ കടൽ തീരത്ത് നിൽക്കവേ, കതിരോൻ അസ്തമിക്കുന്ന കാന്തിയിൽ കൺകുളിർക്കവേ, കടലിൽ തിരപോൽ വിണ്ണിൽ പകൽ പക്ഷികൾ എന്ന പോൽ എന്റെ ഉള്ളിൽ ഒരു അസാസ്ഥ്യം സ്പന്ദിക്കുന്നതറിഞ്ഞു ഞാൻ. നിമിഷം തോറുമേ മാറും നിറങ്ങൾ 7 അമ്പരം, അവിടെ സാന്ധ്യതാരം പോൽ അലയാൻ മോഹമെന്നിലും. ശംഖുമാലകൾ വിൽക്കുന്ന പെൺകിടാവിന്റെ ദീനമാം സ്വരം കേൾക്കെ മണ്ണിലേക്കു മടങ്ങിപ്പോന്നിതൻ മനം. അപ്പൊ ONVയുടെ മണ്ണിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണിത്. ഇനി കുറച്ച് താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? 1: കവി കാറ്റുകൊള്ളാൻ പോയി നിന്നത് എവിടെയാണ്? കവിതയിൽ എവിടെയാണ് കാറ്റുകൊള്ളാൻ പോയി നിന്നത്? നോക്കൂ. കാറ്റുകൊള്ളാൻ വന്നു ഞാനീ കടൽ തീരത്ത് നിൽക്കവേ. എവിടെയാണ്? കടൽ തീരത്ത് അല്ലേ. കാറ്റുകൊള്ളാൻ പോയി നിന്നത് കടൽ തീരത്താണ്. അടുത്ത ചോദ്യം: നിമിഷം തോറും നിറം മാറിയത് എവിടെ? അപ്പൊ ഏത് വരികളിലാണ് ഇതുള്ളത്? നിമിഷം തോറുമേ മാറും നിറങ്ങൾ 7 അമ്പരം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പം എവിടെയാണ് നിറം മാറിയത്? ആകാശത്ത് അല്ലേ. ആകാശത്താണ് നിറം മാറിയത്. ചോദ്യം 3: ആരുടെ ദീനസ്വരമാണ് കവി കേട്ടത്? ആരുടേതാണ്? പെൺകിടാവിന്റെ അല്ലെ. ശംഖുമാലകൾ വിൽക്കുന്ന പെൺകിടാവിന്റെ ദീനമാം സ്വരം കേൾക്കെ മണ്ണിലേക്ക് മടങ്ങി പോന്നിതൻ മനം. അപ്പം പെൺകിടാവിന്റെ, ശംഖുമാലകൾ വിൽക്കുന്ന പെൺകിടാവിന്റെ എന്നെഴുത് കേട്ടോ. ഇനി തന്നിട്ടുള്ള പദങ്ങൾക്ക് സമാനാർത്ഥം വരുന്ന പദങ്ങൾ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് എടുത്തെഴുതുക. അപ്പൊ 4 പദങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ സമാനാർത്ഥം വരുന്ന കവിതയിലുള്ള പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ എന്താണ്? സൂര്യൻ. സൂര്യന് സമാനമായിട്ടുള്ളത് എന്താണ്? കതിരോൻ അല്ലെ. കതിരോൻ. പിന്നെ ഭംഗി. ഭംഗിക്ക് സമാനമായിട്ടുള്ളത് കവിതയിലുള്ളത് കാന്തി. പിന്നെ നക്ഷത്രം. നക്ഷത്രത്തിന് താരം. പിന്നെ ഉള്ളത് ആഗ്രഹം. ആഗ്രഹത്തിന് എന്താ വരുന്നത്? മോഹം. അളയാൻ മോഹം എന്നിൽ എന്ന് പറയുന്നില്ലേ, മോഹം. അതാണ് ഇതിന്റെയൊക്കെ ഉത്തരം. അടുത്ത പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 2: യാത്രാനുഭവം. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി, ആകാശത്തേക്ക് ഉയരുകയാണെന്നും. തായാട്ട് തന്റെ യാത്രയെക്കുറിച്ച് എഴുതിയത് എത്ര രസകരമായിരിക്കുന്നു. യാത്രയുടെ അനുഭവം വായിക്കുന്നവർക്കും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയുന്ന രീതിയിൽ മനോഹരമായി എഴുതി നോക്കൂ. അപ്പൊ എന്താണ്? നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു യാത്ര, ഇതുപോലെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ട് മറ്റുള്ളവർക്കും ആ ഒരു അനുഭവം കിട്ടുന്ന രീതിയിൽ ആ യാത്രയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് മനോഹരമായിട്ട് എഴുതി നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ അനുഭവം എഴുതുക. ഒരു ഉദാഹരണമായിട്ടോടെ പറയാം. വഞ്ചിയിലൂടെയുള്ള യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്ന വഞ്ചിയിൽ ആദ്യമൊക്കെ പേടി തോന്നിയിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ആ പേടി മാറി ഒരു വിസ്മയമായി മാറി തുടങ്ങുകയായിരുന്നു. പരന്നു കിടക്കുന്ന പുഴയെ വകഞ്ഞു മാറ്റി വഞ്ചി മുന്നോട്ട് കുതിക്കുമ്പോൾ വെള്ളം ഉയർന്നു താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു. നീങ്ങിക്കൊണ്ടിരിക്കുന്ന വഞ്ചിയിൽ നിന്ന് പതിയെ പുഴയിൽ കൈ തട്ടിച്ച് വെള്ളം കൈകളിൽ കോരിയെടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതി ഉണ്ടായിരുന്നു. പിറകിലേക്ക് നോക്കുമ്പോൾ എല്ലാം ദൂരേക്ക് അകലുകയാണെന്ന് തോന്നി. മരങ്ങളും വീടുകളും ക്യാൻവാസിൽ കാണുന്ന ചിത്രങ്ങൾ പോലെ അനുഭവപ്പെട്ടു. പുഴയുടെ നടുക്കെത്തിയപ്പോൾ ചെറുതായെങ്കിലും നേരിയ ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നു. എങ്കിലും വഞ്ചിയിലൂടെയുള്ള യാത്ര ഒരു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു യാത്രാ അനുഭവം വളരെ നമുക്ക് അനുഭവപ്പെടുന്ന, മറ്റുള്ളവർക്ക് വായിച്ചാൽ അനുഭവപ്പെടുന്ന രീതിയിൽ ഓരോ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം: നൈൽ ഡയറി എഴുതിയതാര്? ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. അടുത്ത ചോദ്യം: പ്രവർത്തനം 3: കുറിപ്പ് തയ്യാറാക്കാം. രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ.
ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലെ രാജന്റെ ഈ പ്രവൃത്തിയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അദ്ദേഹം കുട്ടികൾക്ക് താജ്മഹൽ പരിചയപ്പെടുത്തിയതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വ്യക്തമാക്കുന്ന കുറിപ്പെഴുതുക. അപ്പോ നമ്മള് പാഠഭാഗം വായിച്ചിട്ടുണ്ടല്ലേ, ഇടുക്കിയുടെ താജ്മഹൽ. അതിലെ ഒരു പ്രവൃത്തിയോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം കുട്ടികൾക്ക് താജ്മഹൽ പരിചയപ്പെടുത്തിയതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഇടുക്കിയിലെ താജ്മഹൽ എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് രാജനും കുട്ടികളും. ഇടുക്കിയിലെ വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിലാണ് രാജനും കുടുംബവും താമസിക്കുന്നത്. കൂലിപ്പണി ചെയ്താണ് രാജൻ കുടുംബം പുലർത്തുന്നത്. രാജന്റെ മക്കളുടെ ഒരുപാട് കാലമായുള്ള ആഗ്രഹമാണ് താജ്മഹൽ കാണുക എന്നുള്ളത്. ഒരു വർഷത്തോളം അവർ ആഗ്രഹവുമായി വേനൽ അവധി വരെ കാത്തിരുന്നു. എന്നാൽ ചിലവേറിയ യാത്രയായതിനാൽ അത് രാജന് താങ്ങാവുന്നതായിരുന്നില്ല. താജ്മഹൽ കാണുക എന്ന മക്കളുടെ ആഗ്രഹം കണ്ടില്ലെന്ന് നടിക്കാനും രാജനാകുമായിരുന്നില്ല. കുട്ടികളോട് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് രാജൻ കൊണ്ടുപോകുന്നത്. ഇടുക്കി അണക്കെട്ട് കാണാനാണ് അവർ പോയത്. എന്നാൽ കുട്ടികൾക്ക് അത് വളരെ വിസ്മയമുള്ള കാഴ്ചയായിരുന്നു. പാറക്കെട്ടിലൂടെ ഒഴുകി വരുന്ന തണുത്ത ചില്ലുവെള്ളവും രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും ഒക്കെ അവരെ ഒരുപാട് വിസ്മയിപ്പിച്ചു. രാജൻ കുട്ടികൾക്ക് താജ്മഹൽ പരിചയപ്പെടുത്തിയ രീതിയോട് തീർച്ചയായും യോജിക്കാൻ തന്നെ കഴിയും. കാരണം തന്റെ കഴിവിനെ അനുസരിച്ച് കുട്ടികളുടെ ആഗ്രഹം രാജൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. പ്രവർത്തനം 4, വർണ്ണന തയ്യാറാക്കാം. കവിത വായിക്കൂ. അപ്പൊ താഴെ ഒരു കവിത തന്നിട്ടുണ്ട്. കവിതയുടെ പേര് പുതുമഴ. നോക്കൂ തുമ്പി, ബഹുസുഖമേകും മാരി പതിക്കുന്നു. കേൾക്കൂ മധുരം മധുരം ലളിതം, കിളികൾ ചിലക്കുന്നു. കന്നിക്കാറുകൾ അലറും നാദം കാതു തുളക്കുന്നു. മിന്നൽ പിണരുകൾ മിന്നിച്ചിന്നി കണ്ണുമയക്കുന്നു. പുഴകളിൽ ഓരോ നുരയാൽ പുഞ്ചിരി തൂകിക്കൊണ്ടിപ്പോൾ തഴുകിയിടുന്നു തമ്മിൽ തമ്മിൽ തരള തരംഗങ്ങൾ. വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? മഴയുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്? മഴ ചാറുമ്പോൾ എന്ന കവിതയിൽ നിന്ന് കണ്ടെത്തിയ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തി മഴക്കാലത്തെ കുറിച്ചുള്ള ഒരു വർണ്ണന എഴുതുക. അപ്പൊ മഴയുടെ എന്തൊക്കെ സവിശേഷതകളാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാഠഭാഗം മഴ ചാറുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ, ആ ഒരു കവിതയിൽ നിന്ന് കണ്ടെത്തിയ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്താണ് മഴക്കാലത്തെ കുറിച്ച് ഒരു വർണ്ണന എഴുതുക. അതെങ്ങനെയാണ്? ഈ കവിതയിൽ മഴ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും സവിശേഷതകളും കാണിക്കുന്നുണ്ട്. കിളികൾ ചിലക്കുന്നത് പോലെ മധുരമുള്ള ശബ്ദമാണെന്നും മഴക്കാറുകൾ കാതു തുളക്കുന്ന ശബ്ദത്തിൽ അലറുകയാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. മഴയോടൊപ്പമുള്ള മിന്നൽ പിണരുകൾ പുഴയിലെ ഓളങ്ങളെ പ്രകാശിപ്പിച്ചു തഴുകുന്നുണ്ട്. മഴ ചാറുമ്പോൾ എന്ന പാഠഭാഗത്ത് മഴയുടെ വരവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ദൂരെ കിഴക്കു നിന്ന് നേർത്ത കമ്പികൾ പോലെയാണ് മഴ പൊഴിയുന്നത്. ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ രൂപം ചിന്നിച്ചിതറിയ മേഘത്തിന്റെ കഷ്ണം പോലെയാണ്. പൊരിവെയിലിൽ പണിയെടുക്കുന്നവർക്കിടയിൽ മഴ പെയ്തിറങ്ങുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. അത് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് കുളിരേകുന്നു. മഴ ശരിക്കും ഒരു ഉന്മാദമാണ്. കാറ്റും നേർത്ത മഴയും നമ്മളിലേക്ക് എത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. ചോദ്യം ബി. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും എന്ന വരിയിൽ പദങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ഭംഗി പോലെ പുതുമഴ എന്ന കവിതയിൽ പദങ്ങളുടെ ആവർത്തന ഭംഗിയുള്ള 2 വരികൾ എടുത്തെഴുതുക. അപ്പൊ നമ്മള് ദൂരെ ദൂരെ കിഴക്കുന്നെത്തും എന്താണ് മഴ ചാറുമ്പോൾ എന്ന കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ് ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ഭംഗി പോലെ. ദൂരെ ദൂരെ കിഴക്കുന്നെത്തുന്നതിൽ എന്താണ് ആ വരികൾ ആവർത്തിക്കുന്നുണ്ടല്ലേ, ദൂരെ ദൂരെ എന്ന്. അതുപോലെ ഈ പുതുമഴ എന്ന കവിതയിലും ആവർത്തിച്ചു വരുന്ന ഭംഗിയുള്ള 2 വരികൾ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ വരികള്? കേൾക്കുന്നു മധുരം മധുരം ലളിതം, കിളികൾ ചിലക്കുന്നു, തഴുകിയിടുന്നു തമ്മിൽ തമ്മിൽ തരള തരംഗങ്ങൾ. പ്രവർത്തനം 5, കത്ത് തയ്യാറാക്കാം. കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടക്കുള്ള അണക്കെട്ടിനെ കുറിച്ച് വായിച്ചറിഞ്ഞല്ലോ. ആ അണക്കെട്ടിന്റെ സവിശേഷതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരനൊരു കത്ത് തയ്യാറാക്കുക. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്താണല്ലേ അത് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടക്കുള്ള അണക്കെട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു അണക്കെട്ടിന്റെ സവിശേഷതകൾ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരനൊരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ്? പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പേര് അവിടെ എഴുതട്ടോ. അതാണ് ഞാൻ അവിടെ ഡാഷ് ഇട്ടിട്ടുള്ളത്.
നിനക്ക് സുഖമല്ലേ? ഞാൻ ഈ അടുത്ത് ഒരു യാത്ര പോയി. മറക്കാനാവാത്ത ഒരു യാത്രയാണ്. ഇടുക്കിയിലെ മനോഹരമായ അണക്കെട്ട് കാണാനാണ് ഞാൻ പോയത്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. രണ്ട് കരിമ്പാറ മലകൾക്കിടയിലാണ് ഈ അണക്കെട്ട് ഉള്ളത്. ശാപം മൂലം കരിമ്പാറ മലകളായി മാറിയ ആദിമ നിവാസികളായ കുറത്തിയും കുറുവനുമാണത്രേ ആ മലകൾ. അണക്കെട്ടിന്റെ ഒരു വശം മുഴുവനും നീലജലം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദൂരെയായി ഉയർന്നു നിൽക്കുന്ന പച്ചമലകളുണ്ട്. അതിന്റെ മുന്നിലാണ് അണക്കെട്ടിന്റെ ഭിത്തിയുള്ളത്. റാ പോലെയുള്ള അണക്കെട്ടിന്റെ ഭിത്തിക്ക് റോഡിനേക്കാൾ വീതിയും നീളവും ഉണ്ട്. നീ പോയിട്ടുണ്ടോ അവിടെ? ഇല്ലെങ്കിൽ തീർച്ചയായും അവിടെ പോകണം. അവിടുത്തെ കാഴ്ചകൾ നിനക്ക് ഒരുപാട് ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ. എന്താണ് കൂട്ടുകാരുടെ പേര്? എന്താണ് നിങ്ങളുടെ പേര്? അതവിടെ എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ കത്ത് തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 6. പ്രസംഗം തയ്യാറാക്കാം. മണ്ണിൽ കളിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല. മണ്ണിൽ വീണുരുണ്ട് കുറുമ്പ് കാട്ടുന്നവരും കുറവല്ല. മണ്ണിന് കരുതലും പരിചരണവും ആവശ്യമല്ലേ? മണ്ണിനെയും ജീവനെയും രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ നിന്നും ലഭിച്ച ആശയങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ ഒരു മായാലോകം എന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാതും നന്നായിട്ടൊന്ന് റീഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഇപ്പോൾ ഇനി ദിവസങ്ങളില്ലല്ലോ അല്ലെ? അപ്പം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കുക. ഈ ഒരു ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.